ഒരു നേരിയ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ 21 തീയതിയോടുകൂടി അത് കോടതിക്ക് ബോധ്യപ്പെട്ടു, കുറ്റവാളിയാണെന്ന് ബോധ്യപ്പെട്ടു. അപ്പം തീർച്ചയായിട്ടും ഒരു വധശിക്ഷ ഞങ്ങളും പ്രതീക്ഷിച്ചു. രാവിലെ ഇറങ്ങിയപ്പോഴും വധശിക്ഷ കിട്ടണമെന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് തിരിച്ചത്. അതിപ്പം കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ ഫലമാണ്. കാരണം പോലീസുകാരും അവരുടെ അധ്വാനത്തിന്റെ ഒരു ഫലവും അത് പ്രസന്റ് ചെയ്യാൻ പറ്റിയ വക്കീൽ സാറിന്റെ ഒരു ഇതാണ് ഇന്നിപ്പോൾ ഈ വിധി വന്നത്. അതിന് ആത്മാർത്ഥമായിട്ട് എല്ലാവരോടും ഈ അവസരത്തിലൊരു നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പേരൂർക്കട സർക്കിൾ ഇൻസ്പെക്ടർ സജികുമാർ, അദ്ദേഹം ഇപ്പോൾ റിട്ടയർഡ് ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹം എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്തിയെന്ന കാര്യമൊക്കെ അദ്ദേഹം വിശദീകരിക്കും. എങ്ങനെയാണ് സാർ ഈ ഒരു പ്രതിയിലേക്ക് അന്ന് എത്താനുള്ള സാഹചര്യം? എന്താ പ്രതിക്ക് നമ്മുടെ കേസിൽ ദൃക്സാക്ഷികളോ ഒന്നുമില്ലാതെ നമ്മൾ വെറും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ടെക്നിക്കലി ഉള്ള തെളിവുകളും സാഹചര്യ തെളിവുകളും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പ്രതിയിൽ എത്തിച്ചേർന്നത്. ആദ്യമായിട്ട് നമുക്ക് ഒരു അടുത്തുണ്ടായിരുന്ന ഒരു CCTV ഫുട്ടേജിലാണ് അവിടെ സാധ്യതയില്ലാത്ത ഒരാളുടെ ഒരു ഫുട്ടേജ് കിട്ടി. അതിനെ ഫോളോ ചെയ്ത് പോയതാണ് നമ്മൾ ഉള്ളൂർ വഴി വീണ്ടും പേരൂർക്കട പോലീസ് സ്റ്റേഷന്റെ അടുത്ത് തന്നെ എത്തിയ 5-ാമത്തെ ദിവസം. അതിനുശേഷമാണ് തമിഴ്നാട്ടിലെ കാവൽക്കിണറിൽ നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത്. പ്രതി അറസ്റ്റ് ചെയ്തപ്പോഴാണ് പ്രതി ഒരു സീരിയൽ കില്ലറും. ഇയാൾ ആദ്യം വിഷ്ണു വരുമ്പോഴത്തെ ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല. അയാൾ അടുത്തറിയാനൊക്കെ ഉണ്ട്. അയാൾക്ക് പിന്നെ ഇവിടെ ബന്ധുക്കളൊന്നും ഇല്ലല്ലോ. ഇയാളാകെ ഹോട്ടലിൽ ജോലി ചെയ്യും, ഇയാളുടെ കിടക്ക സ്ഥലത്ത് പോയി കിടക്കും എന്നുള്ളതേ ഉള്ളൂ. മറ്റു ബന്ധങ്ങളൊന്നുമില്ല. അത്ര ഈ നാട്ടിൽ ഇയാൾക്ക് വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഒതുങ്ങിക്കഴിയുന്ന ഒരു സ്വഭാവക്കാരനാണ്. അങ്ങനെ ഈ പ്രതി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പരമ്പര തന്നെ നടത്തിയിട്ടുള്ളത്. മുൻപ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളാണെന്ന്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ പ്രതി നമ്മളോട് കേസ് അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിലൊന്നും സഹകരിക്കാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എല്ലാവിധ തെളിവുകളും മുന്നിൽ ഹാജരാക്കിയെങ്കിൽ മാത്രമേ ഓരോ സംഭവങ്ങളും സമ്മതിച്ച് പറയുള്ളായിരുന്നു. അത് അങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടിയാണ്. വളരെയേറെ ഹാർഡ് വർക്ക് ചെയ്താണ് ഈ പ്രതിയെ കുറ്റസമ്മതം നടത്തുകയും പ്രതിയുടെ ചാർജ് ഷീറ്റ് തയ്യാറാക്കുകയൊക്കെ ചെയ്തത്. ചാർജ് അന്വേഷണം എന്ന് പറഞ്ഞാൽ 3 സ്റ്റേറ്റുകളായിട്ട് നിരന്തരമായിട്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മൾ തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ പോയാണ് എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് ബാങ്കുകൾ, അവിടെ പണയം വെച്ച കെട്ടിടങ്ങൾ, മറ്റ് സാക്ഷികളെ പൈസ കൊടുത്തവർ, പിന്നെ റൂം റെന്റിനെടുത്ത അവരുടെ കയ്യിലെല്ലാം കൊടുത്ത പൈസകളെല്ലാം തൊണ്ടി മുതലായിട്ട് നമ്മൾ തിരിച്ച് എടുത്ത് കോടതി മുമ്പാകെ സമർപ്പിക്കുകയുണ്ടായി. കോടതി അത് പ്രോസിക്യൂഷൻ അതേ വികാരത്തിലെ കോടതിക്ക് മുമ്പേ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതി ആ ഒരു പശ്ചാത്തലം അതേ രീതിയിൽ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതി അപ്പോൾ നമ്മുടെ അന്വേഷണത്തെ പറ്റിയൊക്കെ വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ അന്വേഷണം നടത്തി എന്നുള്ള വിവരങ്ങളൊക്കെ. രീതി എങ്ങനെയായിരുന്നു ശരിക്കും ഇവന്റെ ഒരു ഈ കൊലപാതകങ്ങളിലെ മോഷണത്തിലേക്ക്? എല്ലാം പിന്നെ വായി പൊത്തിപ്പിടിച്ച് കഴിയിലെ വോക്കൽ കോഡ് മുറിച്ചുള്ളതാണ്. അതായി കഴിയുമ്പം പിന്നെ സംസാരിക്കത്തില്ലല്ലോ. നമ്മൾ ഹാങ്ങിങ് പോലെ തന്നെ ഇവിടെ മുറിഞ്ഞു കഴിഞ്ഞാലെ കൊണ്ട് 2 മിനിറ്റിനകം മരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇത് ഈ രീതിയിൽ കൊല്ലുന്ന ഒരാളും ബലപ്രയോഗം ഒന്നും നടത്തത്തൊന്നുമില്ല. അവർക്ക് വളരെ പെട്ടെന്ന് മരണപ്പെടും. അതാണ് നമുക്ക് തൂക്കിക്കൊലയ്ക്കും തൂങ്ങി മരണത്തിനുള്ളത്. കറക്ക് കെട്ട് വീണാലെ കൊണ്ട് 2-ാമത്തെ മിനിറ്റിൽ മരിക്കും. ഈ വോക്കൽ കോഡ് മുറിഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം വഴിയൊക്കെ കിട്ടാതെ സംസാരിക്കാൻ വയ്യാതെ 2 മിനിറ്റിനകത്തിൽ മരണം സംഭവിക്കും. ഇത് ഒരു തരത്തിലൊരു പശ്ചാത്താപം തോന്നാൻ സാധ്യതയില്ലാത്തൊരു പ്രതിയെന്നും കൂടി കോടതി വിലയിരുത്തി. കോടതി ചോദിച്ചു പശ്ചാത്താപം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കോടതിയോട് ഇയാൾ തിരിച്ചു ചോദിച്ചത് ഞാൻ എന്തിനാ പശ്ചാത്താപിക്കുന്നത്, ഞാൻ കൊലപാതകം നടത്തിയിട്ടില്ലെന്നാണ് പറഞ്ഞു. എനിക്ക് പശ്ചാത്താപമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചു, നിങ്ങളെ കുറ്റക്കാരനാണെന്ന് പറയുന്നു, പ്രോസിക്യൂഷൻ പറയുന്നു നിങ്ങളെ തൂക്കിക്കൊല്ലണമെന്നാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പം നിഷേധ രീതിയിൽ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും എന്നെ എന്തിനാണ് പണിഷ് ചെയ്യുന്നത്, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, പിന്നെ പശ്ചാത്തപിക്കേണ്ട ഒരാവശ്യമില്ല എന്നുള്ള നിഷേധ സമീപനമാണ് ഇപ്പോഴും പ്രതി സ്വീകരിക്കുന്നത്. മറ്റ് കേസുകളുടെ ഒരു സ്റ്റാറ്റസ് എന്താ? മറ്റു കേസുകൾ ഇപ്പം ചാർജ് കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ 3 മർഡർ കേസിൽ ഞാൻ സാക്ഷിയാണ്. ഞാൻ ഈ കേസ് അന്വേഷണം നടത്തിയതിന് ശേഷമാണ് അവിടെ ചാർജ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്രൈം കൂടെ ഉൾപ്പെടുത്തിയാണ് അവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാനും സാക്ഷിപ്പട്ടികയിലുണ്ട്. 4 കൊലക്കേസാണ് ചെയ്തിട്ടുള്ളത്. അതിൽ 3ഉം സ്ത്രീകളാണ്. പുറത്ത് വിട്ടാലും സ്ത്രീകൾക്ക് പിന്നെ ശല്യമാണ്.
ഇവിടെയും നമ്മൾ ഇയാളെ ആദ്യം കാണുന്ന CCTV ഒരു സ്ത്രീയെ ഫോളോ ചെയ്ത് പോകുന്നതാണ്. അവര് പിന്നെ തെറ്റിപ്പോയപ്പോഴാണ് ഈ അവിടെ നിൽക്കുന്ന വിനീതയെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ചേർത്ത് നിൽക്കാൻ പറ്റാത്ത ആളുകളെ, ദുർബല ആൾക്കാരെ കീഴ്പ്പെടുത്തുക എന്നുള്ള അതെന്നല്ല, ഇയാളിപ്പോ മറ്റുള്ളവരും ഒരാളൊരു കൊന്ന ഒരാള് പുരുഷനായിരുന്നല്ലോ. അപ്പൊ ഇവര് കണ്ട ആളിനെ ഇയാളങ്ങ് കൊന്നു എന്നുള്ളതാണ്. അങ്ങോട്ട് പോയപ്പോ അവിടെ വിനീതയെ കൊന്നു. വേറൊരാളെ ഫോളോ ചെയ്താ പോയത്. അവര് മറഞ്ഞുപോയി എവിടോ. മറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ പൂക്കടയിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് ഇവര് നിൽക്കുന്നത് കണ്ട്. അങ്ങനെയാണ് വന്നത്. അത് ഒരു തീർത്തും പ്രതിക്ക് ചെറിയ അല്ലെങ്കിൽ 12 കൊല്ലം ശിക്ഷ കൊടുത്ത് വിട്ടാലെ കൊണ്ടും പുറത്തിറങ്ങി നല്ലതാകും എന്നുള്ള പ്രതീക്ഷയില്ല. അപ്പോൾ ഇതാണ് ഉചിതമായ ശിക്ഷ എന്ന് വിശ്വസിക്കുകയാണ്. അഭിനന്ദനം. ഓക്കെ, താങ്ക് യു. അതുതന്നെയാണ്, അത്രയേറെ അപകടകാരിയായ ഒരു കുറ്റവാളി, ക്രിമിനൽ തന്നെയാണ് രാജൻ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ശിക്ഷ അയാൾക്ക് നൽകിയത്. ഇപ്പോഴും ഒട്ടും പശ്ചാത്താപമില്ലാതെ എന്തിന് ഞാൻ തെറ്റും ചെയ്തില്ലോ എന്ന് ചോദിക്കുന്ന, കോടതിയോട് പോലും ചോദിക്കുന്ന ഒരു പ്രതി, ആ പ്രതിക്ക് അർഹമായ ശിക്ഷ തന്നെയാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്. ഏതായാലും ആ ശിക്ഷയിലേക്ക് എത്താൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണം വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അത് പ്രോസിക്യൂഷനും അതേ രീതിയിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ. അതുകൊണ്ട് തന്നെയാണ് രാജേന്ദ്രൻ ഇത്തരമൊരു ശിക്ഷ ലഭിച്ചത്.